അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കടങ്ങൾ. ഒരുപാട് പേർക്ക് ഒത്തിരി കടങ്ങളുണ്ട്. കടങ്ങൾ ഉള്ളവർക്കേ അറിയൂ അതിൻ്റെ ബുദ്ധിമുട്ട്, ഇല്ലാത്തവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകില്ല. അപ്പം എത്ര കടങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾ പറയത്തില്ലേ, എത്ര പൈസ നമ്മുടെ വീട്ടിലോട്ട് വന്നാലും നമ്മുടെ കയ്യിൽ 5 പൈസ നിൽക്കുന്നില്ല, കടമാണെങ്കിൽ കുന്നുകൂടുന്ന അല്ലാണ്ട് ഒരു പ്രയോജനവുമില്ല, ഞാൻ ജോലി ചെയ്തിട്ട് ഇത് എന്താ സംഗതി എന്നൊക്കെ മനസ്സിലാകാത്ത. പിന്നെ കുറേ ആൾക്കാർക്ക് ഇത് വിശ്വാസമുണ്ട്, കുറേ ആൾക്കാർക്ക് വിശ്വാസമില്ല. എന്തായാലും വിശ്വാസം ഉള്ളവർ മാത്രം ചെയ്തു നോക്കുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. എന്ത് കാര്യത്തിലായാലും നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ലക്ഷ്യത്തിൽ നമ്മൾ എത്തുള്ളൂ. അല്ലാണ്ട് വിശ്വാസം ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പം സാമ്പത്തികപരമായിട്ടാണേലും നമ്മൾ ഒരുപാട് താഴ്ന്നു പോകുന്നു, അസുഖങ്ങൾ കൊണ്ടാണേലും വളരെയധികം വിഷമിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടിലൊരു സന്തോഷമില്ല, സമാധാനമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് അല്ലേ. എല്ലാവരും പറഞ്ഞില്ലേലും കുറച്ച് പേരൊക്കെ ഇത് പറയാറുണ്ട്. അയ്യോ, ഈ കടം എങ്ങനെ ഈ കടം വീടും, കടം കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഓരോരോ സാഹചര്യങ്ങൾ നമ്മൾ കടങ്ങളിലേക്ക് ആയി പോകുന്നതാണ്. പിന്നെ കുറച്ച് പേരുടെ അവർക്ക് കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ അറിയാൻ വയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയും നമ്മൾ കടത്തിലേക്ക് വീണു പോകാറുണ്ട്. പല പല കാരണങ്ങൾ കൊണ്ട്, പിന്നെ അസുഖങ്ങൾ കൊണ്ട് നമ്മൾ കടത്തിലേക്ക് വീഴും. അല്ലെങ്കിൽ വീട് വെച്ച്, അല്ലെങ്കിൽ കല്യാണം നടത്തി, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിച്ച്, അങ്ങനെ എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ, ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് തല ഊരാനായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വടക്ക് ദിശ. ഇപ്പം എൻ്റെ വീടിൻ്റെ വടക്ക് ദിശ എന്ന് പറയുന്നത് ഈ സൈഡാണ്. അപ്പം ഈ വടക്ക് ദിശ എന്ന് പറയുന്ന ആ ഭാഗം വടക്ക് വശം നല്ല വൃത്തിയായിട്ട് അതുപോലെ തന്നെ നമ്മൾ കന്നിമൂലയും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന കാര്യം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ വടക്ക് ദിശ, വടക്ക് ഭാഗം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ചിലവർ നമ്മൾ രാവിലെ തൂത്തുവാരി ഈ തൂത്ത് കൂട്ടിയ ചവറുകളൊക്കെ കൊണ്ട് വടക്ക് വശത്തേക്ക് ഒരു മൂലയാക്കി, അതൊരു കൂനയാക്കി അവിടെ കൊണ്ടുവയ്ക്കും. കാര്യം എന്താ, വടക്ക് വശം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ചില വീടിൻ്റെ ശരിക്കും കാണത്തില്ല. എന്നാൽ പിന്നെ അവിടെ തൂത്തുകൂട്ടിയേക്കാം, പിന്നെ എപ്പോഴെങ്കിലും ആട്ടെ അതെടുത്ത് കളയാന്ന് പറഞ്ഞിട്ട് ദിവസവും കൊണ്ട് കൂട്ടി വലിയൊരു മലയായിട്ട് തീരും. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ വീടിൻ്റെ വടക്ക് വശം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വീടിൻ്റെ വടക്ക് വശം വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷവും രോഗങ്ങളൊക്കെ ഒഴിയുകയും കടങ്ങൾ കുന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് വീടിൻ്റെ വടക്ക് വശം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിലൊക്കെ മണി പ്ലാന്റ് ഉണ്ടല്ലേ. മണി പ്ലാന്റ് ചിലവർ തോന്നുന്നിടത്ത് കൊണ്ടുവെക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വീടിൻ്റെ വടക്ക് വശത്ത് മണി പ്ലാന്റ്, അതായത് മണി പ്ലാന്റ് വളർത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീല ബൗളോ കുപ്പിയോ, അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കത്തില്ല. ഞാനിവിടെ കുപ്പിക്കകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ വടക്ക് വശത്ത് തന്നെ ഇരിക്കുന്നത്. അടുക്കളയുടെ വടക്ക് വശത്ത് തന്നെയാണ് നമ്മുടെ മണി പ്ലാന്റൊക്കെ ഇരിക്കുന്നത്. പല തരമുണ്ടല്ലോ ഇരിക്കുന്നത്, ഈ സൈഡിൽ തന്നെ ഇരിക്കുന്നത് കേട്ടോ, പലതരമുണ്ട്. അപ്പം അതിൽ ഒരു നീലക്കുപ്പി ഇല്ലെങ്കിൽ നീലക്കുപ്പിയിലോ നീലപാത്രത്തിലോ അല്ല പെയിൻ്റ് അടിച്ച് എടുത്താലും മതിയാകും. അതിലേക്ക് മണി പ്ലാന്റ് വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റ് അതിലേക്ക് ഇട്ട് വെച്ചിട്ട് വളർത്തിക്കൊണ്ട് വന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും നല്ല നേട്ടം ഉണ്ടാകുക തന്നെ ചെയ്യും. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയത്തില്ലേ കുബേര പ്രതിമ, ലാഫിങ് ഇതൊക്കെ പറയത്തില്ല. അപ്പം ഈ കുബേര പ്രതിമ എന്ന് പറയുന്നതും ഈ ലാഫിങ് ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു അപ്പൂപ്പനില്ല, അത് രണ്ടും രണ്ടാണ് കേട്ടോ. ചിലവരത് തെറ്റിദ്ധരിച്ച് ലാഫിംഗ് ബൂത്തെ കൊണ്ട് വെക്കാറുണ്ട്. പക്ഷെ ലാഫിംഗ് ബൂത്തെ അല്ല നമുക്കിതിന് വെക്കേണ്ടത്, നമ്മൾ കുബേര പ്രതിമയാണ് ഇതിന് വെക്കേണ്ടത്. ധനത്തിൻ്റെ അധിപൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, കുബേര.
അപ്പം നമ്മൾ ഈ കുബേര പ്രതിമ എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വടക്കേ മൂലയ്ക്ക് അകത്ത്, വടക്കേ മൂലയ്ക്ക് അല്ലെങ്കിൽ വടക്കേ സൈഡിൽ വടക്കേ ഭിത്തിയിലോ ഒക്കെ വെക്കാം. നമുക്ക് വെച്ചിട്ട് കുബേരൻ്റെ പ്രതിമ വെച്ച് കൊടുക്കുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബൗളിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ അതെല്ലാം ചില്ല് പാത്രം ആയിരിക്കണം. അതിനകത്തേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് കോയിന് ഇട്ട് വെക്കുക. കോയിൻ ഇട്ട് വെക്കുക. അത്രയും മനസ്സിലായല്ലോ. കുബേരൻ്റെ പ്രതിമയായിരിക്കണം, അല്ലാതെ ലാഫിംഗ് ബുദ്ധയുടെ പ്രതിമ ആയിരിക്കരുത് കേട്ടോ. രണ്ടും ഒന്നാന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. നമുക്കിവിടെ വേണ്ടത് കുബേര പ്രതിമയാണ് വേണ്ടത്. കുബേര പ്രതിമ വടക്ക് വശത്ത് വെക്കുക. അകത്ത് വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്കേ സൈഡിലത്തെ ഭിത്തിയോലോ മൂലയിലോ ഒക്കെ വെക്കുക. ഭിത്തിയിൽ ആണെങ്കിൽ ഭിത്തിയിൽ, എന്നിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബൗളിലോ ചില്ലിൻ്റെ ബൗളിലോ ഗ്ലാസ്സിലോ വെള്ളം എടുത്തിട്ട് അതിലേക്ക്, നല്ല വെള്ളം എടുക്കണം കേട്ടോ, അതിലേക്ക് കുറച്ച് കോയിൻ ഇട്ട് വെക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു മാസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ വീടിൻ്റെ സ്ഥിതി തന്നെ മാറ്റിമറിച്ച് നമ്മുടെ കടങ്ങളൊക്കെ നന്നായിട്ട് മാറി കിട്ടും. ഉറപ്പായിട്ട് മാറി കിട്ടും. നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വലിയ കാര്യമൊന്നും അല്ലല്ലോ, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വെള്ളം എടുത്തിട്ട് അതിൽ കോയിനിട്ട് വെക്കാൻ പറഞ്ഞു. ഈ വെള്ളം ദിവസവും മാറണം. ഈ വെള്ളം കൊണ്ട് ചുമ്മാ അങ്ങോട്ട് കമത്തിക്കളയരുത്. അങ്ങനെ കമത്തുമ്പോഴത്തേക്ക് ഈ വെള്ളം ചവിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വെള്ളം നമ്മുടെ സിങ്കിലോ വല്ലതും ഒഴിച്ച് കളയുക. ദിവസവും അതിലെ വെള്ളം മാറ്റുക. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. സാമ്പത്തികപരമായിട്ട് നല്ല നേട്ടം ഉണ്ടാകുന്ന കാര്യമാണ്. ഇതൊക്കെ ചില ചാനലിലൊക്കെ ഞാൻ കാണുന്നതാണ് കേട്ടോ. ചാനലിൽ കണ്ടിട്ട് അങ്ങ് നേരെ വെറുതെ വന്നങ്ങ് പറയുവല്ല ചെയ്യുന്നത്. ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണിത്. ചിലപ്പോൾ നമുക്ക് തോന്നത്തില്ലേ, ഓ എത്ര പൈസ ഇങ്ങോട്ട് വന്നാലും ഈ പൈസയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, ഒരു പിടിയില്ല. ഓ ഈ മാസമാണെങ്കിൽ രോഗം കൊണ്ട് വയ്യ, ഈ മാസത്തെ പൈസ ഒന്നിനും തികഞ്ഞില്ല, ആശുപത്രി കൊണ്ടുപോയി മടുത്തു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അല്ലെങ്കിൽ ഈ മാസം ഭയങ്കര ചിലവാണ്, കയ്യിൽ പൈസ നിൽക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചുമ്മാതെ വീട്ടിലിരുന്നിട്ട് അധ്വാനിക്കാതെ കൊണ്ട് കുബേര പ്രതിമയുടെ മുമ്പിൽ കൊണ്ട് വെള്ളവും വെച്ചിട്ട് പൈസ ഇട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ അധ്വാനിക്കുക, അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടും. നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിലൊന്നും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു തന്ന കാര്യങ്ങളാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.